തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടക്കുമ്പോൾ രാഷ്ട്രീയ പ്രവചനങ്ങളും അതിനൊപ്പം ശക്തമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. തിരുവനന്തപുരം സ്വദേശിയും അധ്യാപകനുമായും സെഫോളജിസ്റ്റും അസ്ട്രോളജറുമായ തൊട്ടേക്കാട് എൻ ഗോപാലകൃഷ്ണൻ നായർ പുറത്തുവിട്ട സമഗ്ര തിരഞ്ഞെടുപ്പ് പ്രവചനം ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് വലിയ ശ്രദ്ധ നേടുകയാണ്. മുൻപ് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും ഇദ്ദേഹത്തിന്റെ പ്രവചന രീതികൾ വളരെ കൃത്യമായിരുന്നു. ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പുതിയ പ്രവചന രീതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം. ഓരോ പാർട്ടികൾക്ക് എത്ര കിട്ടും എന്നുള്ളതും ഏത് പാർട്ടി വിജയിക്കുമെന്ന് തുടങ്ങിയ കൃത്യമായ പ്രവചന രീതിയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി അദ്ദേഹം പങ്കുവച്ച പ്രവചനങ്ങളിൽ ആദ്യഘട്ടത്തിൽ മുന്നണികളുടെ മൊത്തം സീറ്റ് നിലയും രണ്ടാം ഘട്ടത്തിൽ മണ്ഡലാടിസ്ഥാനത്തിലുള്ള വിജയ സാധ്യതകളും ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് പ്രത്യേകത. ആദ്യഘട്ട പ്രവചനത്തിൽ UDFന് വ്യക്തമായ മുൻതൂക്കം ലഭിക്കുമെന്നാണ് ഗോപാലകൃഷ്ണൻ നായർ കണക്കുകൂട്ടുന്നത്. UDF 82 മുതൽ 88 വരെ സീറ്റുകൾ നേടുമെന്നാണ് വിലയിരുത്തൽ. അതിൽ കോൺഗ്രസിന് 51 മുതൽ 55 വരെ സീറ്റുകളും മുസ്ലിം ലീഗിന് 21 മുതൽ 22 വരെ സീറ്റുകളും ലഭിക്കുമെന്നാണ് പ്രവചനം. കേരള കോൺഗ്രസ്, RSP, RMP, CMP തുടങ്ങിയ ഘടക കക്ഷികൾക്കും ചെറിയ തോതിൽ സാന്നിധ്യം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇടതുമുന്നണിയുടെ കാര്യത്തിൽ LDF 48 മുതൽ 56 വരെ സീറ്റുകളിൽ ഒതുങ്ങുമെന്നാണ് പ്രവചനം. CPM 32 മുതൽ 36 വരെ സീറ്റുകളും CPI 10 മുതൽ 13 വരെ സീറ്റുകളും നേടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മറ്റു ഘടക കക്ഷികൾക്ക് പരിമിതമായ സാന്നിധ്യം മാത്രമേ ഉണ്ടാകൂ എന്നും വിലയിരുത്തുന്നു. NDAയുടെ നിലയിൽ വലിയ മാറ്റം ഉണ്ടാകില്ലെന്നും 2 മുതൽ 6 വരെ സീറ്റുകൾക്കിടയിൽ മാത്രമേ മുന്നേറ്റം ഉണ്ടാകുമെന്നും പ്രവചനത്തിൽ വ്യക്തമാക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ വിശദമായ പട്ടികയാണ് ഗോപാലകൃഷ്ണൻ നായർ പുറത്തുവിട്ടിരിക്കുന്നത്. കോൺഗ്രസിന് വ്യാപകമായ മുന്നേറ്റമാണ് പ്രവചിക്കുന്നത്. ഇരിക്കൂർ, കൽപ്പറ്റ, നിലമ്പൂർ, വണ്ടൂർ, തൃത്താല, അങ്കമാലി, പറവൂർ, എറണാകുളം, തൃക്കാക്കര, കോട്ടയം, പുതുപ്പള്ളി, ആറന്മുള, ഹരിപ്പാട്, കൊല്ലം, വർക്കല, കോവളം, കാട്ടാക്കട, നെയ്യാറ്റിൻകര തുടങ്ങി സംസ്ഥാനമൊട്ടാകെ നിരവധി മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യത കണക്കാക്കുന്നു. VD സതീശൻ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഉമാ തോമസ്, മാത്യു കുഴൽനാടൻ, ചാണ്ടി ഉമ്മൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. മുസ്ലിം ലീഗിനും മലപ്പുറം, കോഴിക്കോട് മേഖലകളിൽ ശക്തമായ പ്രകടനമാണ് പ്രവചിക്കുന്നത്. മലപ്പുറം, തിരൂർ, വേങ്ങര, മഞ്ചേരി, കോട്ടക്കൽ, പെരിന്തൽമണ്ണ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് മുൻതൂക്കം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി തുടങ്ങിയ നേതാക്കൾ വിജയ സാധ്യതയുള്ളവരായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കേരള കോൺഗ്രസ്, RSP, RMP തുടങ്ങിയ ഘടക കക്ഷികൾക്കും നിർണായക സാന്നിധ്യം നിലനിൽക്കും. വടകരയിൽ KK രമ, ചവറയിൽ ഷിബു ബേബി ജോൺ, പിറവത്തിൽ അനൂപ് ജേക്കബ് തുടങ്ങിയ നേതാക്കൾ വിജയ സാധ്യതയുള്ളവരായി കണക്കാക്കപ്പെടുന്നു. LDFൽ CPMന് പ്രധാനമായും വടക്കൻ ജില്ലകളിൽ ചില മധ്യ തെക്കൻ മേഖലകളിലും ശക്തമായ നിലപാട് നിലനിൽക്കുമെന്നും പ്രവചിക്കുന്നു. ധർമ്മടത്തിൽ പിണറായി വിജയൻ, ബേപ്പൂരിൽ PA മുഹമ്മദ് റിയാസ്, ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ, കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ എന്നിവരെ ഉൾപ്പെടെ നിരവധി നേതാക്കൾ വിജയ പട്ടികയിൽ ഉൾപ്പെടുന്നു. CPIക്ക് വിവിധ മണ്ഡലങ്ങളിൽ സ്ഥിരതയുള്ള പ്രകടനം പ്രതീക്ഷിക്കുന്നു. ചേർത്തല, പുനലൂരു, നെടുമങ്ങാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ CPI സ്ഥാനാർത്ഥികൾക്ക് വിജയ സാധ്യത കാണുന്നു. ഈ പ്രവചനത്തിലെ പ്രധാന പ്രത്യേകത ചില മണ്ഡലങ്ങളിൽ ഫലം പ്രവചനാതീതമാണെന്ന വിലയിരുത്തലാണ്. ഏകദേശം 8 മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുമെന്ന് ഗോപാലകൃഷ്ണൻ നായർ ചൂണ്ടിക്കാണിക്കുന്നു. വട്ടിയൂർക്കാവ്, തൃശൂർ മണ്ഡലങ്ങളിൽ 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്നതായി വിലയിരുത്തുന്നു. മഞ്ചേശ്വരത്ത് UDFും NDAയും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുമെന്നാണ് പ്രവചനം. കഴക്കൂട്ടത്ത് CPMും BJPയും തമ്മിലുള്ള മത്സരം ശ്രദ്ധേയമാകും. ഒല്ലൂർ, നാട്ടിക, ദേവികുളം, ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളിൽ UDFും LDFും തമ്മിൽ ശക്തമായ നേരിട്ടുള്ള പോരാട്ടം നടക്കുമെന്നും പറയുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ 2 ഘട്ട പ്രവചനങ്ങളും തമ്മിൽ ഏകോപിതമായ ഒരു രാഷ്ട്രീയ ചിത്രം തന്നെയാണ് നൽകുന്നത്. UDFന് വ്യക്തമായ മുൻതൂക്കം, കോൺഗ്രസിന്റെ സീറ്റ് വർധന, മുസ്ലിം ലീഗിന്റെ സ്ഥിരത, LDFന്റെ കുറവ് എല്ലാം ഒരേ ദിശയിൽ സൂചന നൽകുന്നു. അതേസമയം ചില മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാന ഘടകമായി മാറുന്നു. ഈ മണ്ഡലങ്ങളിൽ ചെറിയ വോട്ട് വ്യത്യാസങ്ങൾ പോലും ഫലമാറ്റാൻ കാരണമാകും. സീറ്റ് കണക്കുകളിൽ നിന്ന് മണ്ഡലാടിസ്ഥാനത്തിലുള്ള വിശദമായ വിലയിരുത്തലുകൾ വരെ ഉൾപ്പെടുത്തിയ ഗോപാലകൃഷ്ണൻ നായരുടെ ഈ സമഗ്ര പ്രവചനം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ പ്രവചനം യാഥാർത്ഥ്യത്തിലേക്ക് എത്രത്തോളം എത്തും എന്നത് വോട്ടെണ്ണൽ ദിനത്തിൽ വ്യക്തമാകും. അതുവരെ ഈ കണക്കുകൾ രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാന ആയുധമായി തുടരുമെന്നത് ഉറപ്പാണ്.